ഞാൻ ആദ്യം അങ്ങനെ പ്രതീക്ഷയാണ് വന്നത്, പക്ഷെ അല്ല ഒരിക്കലും അല്ല. ഒരുപാട് നല്ല എന്താ കമ്പ്യൂട്ടർ ഗ്രാഫിക്സും VFX എല്ലാം ഗംഭീരമായിട്ടുണ്ട്, ത്രില്ലർ എലമെന്റ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഒട്ടും എന്താ എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു മൂവി ആയിരിക്കും. എന്തായാലും നൈസ് മൂവി. അനീഷേട്ടന്റെ കഥാപാത്രം എങ്ങനെയാണ്? അനീഷന്റെ കഥാപാത്രം ഗംഭീരമായിട്ടുണ്ട്. അനീഷേട്ടൻ ആദ്യമായിട്ട് ഇതുപോലെ ഒരു കഥാപാത്രം കാണുന്നത് തന്നെ. മൊത്തത്തിൽ എങ്ങനെയുണ്ട് എല്ലാവരും പ്രകടനമൊക്കെ? അങ്ങനെ ഭയങ്കര ഇന്നോവേറ്റീവ് അല്ലെങ്കിൽ അത് ഇതുവരെ വരാത്തൊരു ത്രെഡൊന്നും അല്ല. പക്ഷേ ചിലത് നമുക്ക് എപ്പോഴും കാണാൻ ഇഷ്ടമുള്ള അല്ലേ. ഇപ്പൊ ഈശ്വരൻ നമുക്ക് കാണാൻ പറ്റാത്ത ഒരാളെ കാണുക എന്നൊക്കെ പറയുന്നത് അതൊരു ഭയങ്കര സന്തോഷമില്ല. അങ്ങനെ ഒരു ഡിവൈനിറ്റി ഉള്ളൊരു സിനിമയാണ്. പിന്നെ വിശ്വാസികൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആവുന്ന ഇതാണ്. കുറച്ച് സമകാലീന പ്രശ്നങ്ങളൊക്കെ ചേർത്തിട്ടുള്ള സിനിമയാണ്. കൊള്ളാം, നല്ല മേക്കിങ്, ബോറടിക്കുന്നില്ല, നല്ല രീതിയിൽ കണ്ട് ഇറങ്ങാവുന്നതാണ്. പാട്ടുകൾ അടിപൊളിയാണ്. നല്ലതല്ല. അനീഷ് ഒരു വളർന്നു വരെ നല്ലൊരു കലാകാരനാണ്, വളരെ നന്നായിരിക്കുന്നു. അദ്ദേഹത്തിന് നല്ലൊരു ഭാവി പ്രതീക്ഷിക്കുന്നു. പൊതുവെ എല്ലാവരും നല്ല പാട്ടുകളുണ്ട്, ഹിറ്റാവും തന്നെ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഈ സീസണിൽ പടം മൊത്തത്തിൽ എങ്ങനെ അയ്യപ്പൻ അങ്ങനെ അതൊരു എന്താ ഒരു ഭക്തിയും ആധുനിക ഇതും കൂടെ തിരിച്ചറിഞ്ഞൊരു പടമാണ്. തീർച്ചയായിട്ടും വിജയിക്കും. ഈ സീസണിൽ ഇത് നന്നായിട്ട് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശബരിമല സീസണിലാണ്. നല്ല സിനിമ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല പാട്ടുകൾ. സിനിമയുടെ പേരൊക്കെ പോലെ നമുക്ക് അയ്യപ്പൻ. അതെ അയ്യപ്പൻ്റെ നല്ല കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ണു നിറഞ്ഞു. അത്ര നല്ലൊരു സിനിമ. അനീഷേട്ടനൊക്കെ അടിപൊളി. അനീഷേട്ടനൊക്കെ അസാധ്യ പെർഫോമൻസ് ആണല്ലോ, നമുക്കറിയാമല്ലോ. സൂപ്പറായിട്ടുണ്ടല്ലോ. എല്ലാവരും നന്നായിട്ടുണ്ട്. ആണോ? എങ്ങനെ പടം എങ്ങനെയാ പോകുന്നത്? നല്ല തീവ്രവാദികൾ കയറുന്നു, അയ്യപ്പനെ കൊണ്ടുപോകാൻ സൂപ്പർ പടം. നമുക്ക് ഇഷ്ടമായി അയ്യപ്പൻ്റെ പടം, ഭയങ്കര ഇഷ്ടം. അനീഷ് ഗംഭീരം, നന്നായിട്ടുണ്ട്. അനീഷ് റിയാസ് അതിലും ഗംഭീരം. എല്ലാം കൂടെ ടോട്ടൽ എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് നല്ല ഡയറക്ഷൻ. എല്ലാവരുടെ പ്രമോഷൻ ഒന്നിനൊന്നും ബെറ്ററായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വിഷ്ണു ചേട്ടന് പ്രത്യേക അഭിനന്ദനങ്ങൾ. റിയാസൊക്കെ വിളിച്ചു അടിച്ചു കയറുക. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നുള്ളത് വനിതാ വനിതയിലാണ്. ശ്രീ അയ്യപ്പൻ എന്ന സിനിമ വിഷ്ണു വെഞ്ഞാറമൂടിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ശ്രീ അയ്യപ്പൻ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പ്രേക്ഷകരോട് ചോദിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ നിന്ന് വന്നിരിക്കുന്നത്. എല്ലാവരും ഗംഭീര പ്രതികരണം തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും സിനിമയെ പറ്റിയുള്ള പ്രതികരണം നമുക്ക് അവരോട് ചോദിച്ചറിയാം. ഓക്കെ, സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമ കൊള്ളാട്ടോ, അടിപൊളിയാണ്. എങ്ങനെ നമ്മൾ യൂഷ്വലി കുറെ മുൻപുള്ള ഒരുപാട് അയ്യപ്പൻ ഭക്തി പടങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് എത്രത്തോളം വ്യത്യസ്തമായിരിക്കും? ഇത് നമ്മൾ സാധാരണ അറിയാലോ, നമ്മളെപ്പോലുള്ള ആളുകൾക്ക് കുറച്ച് ഹാർട്ട് ടച്ച് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ വിശ്വാസികൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആവുന്ന ഇതാണ്. പിന്നെ കുറച്ച് സമകാലീന പ്രശ്നങ്ങളൊക്കെ ചേർത്തിട്ടുള്ള സിനിമയാണ്. കൊള്ളാം, നല്ല മേക്കിങ്, ബോറടിക്കുന്നില്ല, നല്ല രീതിയിൽ കണ്ട് ഇറങ്ങാവുന്നതാണ്. പിന്നെ പാട്ടുകൾ അടിപൊളിയാണ്. കണ്ട് പരിചയമുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, നല്ല രസമായിട്ടുണ്ട്. യൂഷ്വലി ഉള്ള പോലെ വെറും ഭക്തി മാത്രമാക്കാതെ കുറച്ച് ത്രില്ലിംഗ് പരിപാടി, ത്രില്ലർ പരിപാടിയൊക്കെ. അതെ, കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതില്. കുറച്ച് എന്താ പറയുക, നമ്മൾ സാധാരണ ഒരു ഫുൾ അയ്യപ്പ സിനിമ എന്നുള്ള രീതിയിൽ കാണാണ്ട് കുറച്ച് എന്നാലോ വളരെ ഫാസ്റ്റായിട്ട് സിനിമ പോകുന്നുണ്ട്. നന്നായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. അതിൽ പാട്ടുകളൊക്കെ കുറേയും കൂടി നന്നായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. വേറെ കാര്യം പേഴ്സണലി ചോദിച്ചോട്ടെ, ഈ രജനീകാന്തുമായിട്ടുള്ളൊരു രജനീകാന്തായിട്ട് പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നുമില്ല. ഞാനിവിടെ എറണാകുളം നോർത്ത് പറവൂരുള്ള ഒരാളാണ്. ആൾറെഡി ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള സാദൃശ്യം തോന്നിക്കാനുള്ള അത് ഉണ്ട്. അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? പണ്ട് മുതലേ ഉണ്ടായിരുന്നോ അതോ ഈ ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ വന്ന? അല്ല, ഇപ്പൊ ഞാൻ ആൾറെഡി ഇങ്ങനെയാണ്. ഇപ്പൊ കുറച്ചും കൂടി അങ്ങോട്ട് ആളുകളിലേക്ക് അങ്ങോട്ടായി. ഞാൻ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അതുപോലെ ഈ സിനിമയിൽ ഞാനുണ്ട്. അപ്പോൾ അങ്ങനെ വിളിച്ചിട്ടാണ് ഞാൻ സിനിമ കാണാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അഭിനയിച്ചതുകൊണ്ട് മാത്രം പറയണല്ല, കൊള്ളാം, നന്നായിട്ട് കുറച്ച് ഫീലിങ്സ് ഒക്കെ പറ്റുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചെറിയ വേറൊരു ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടുള്ള ഒരു കൊച്ചുകുട്ടിയുണ്ട്, അതിൻ്റെ പേര് എനിക്കറിയില്ല. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. നല്ല പൊതുവെ ഇപ്പം ഇത്തരം ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ കാറ്റഗറി മാത്രം ടാർഗറ്റ് ചെയ്തായിരിക്കും സിനിമ ഇറങ്ങുന്നത്, ഓഡിയൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്ത സിനിമ ഇറക്കുന്നത്. ഇത് അങ്ങനെ എല്ലാവർക്കും പറ്റുന്ന ഒരു സിനിമയാണോ അതോ ഈ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും? അല്ല, സിനിമ വിജയിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും പറ്റുന്ന സിനിമയായി മാറുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ സിനിമ അങ്ങനെയാണല്ലോ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഏത് രീതിയിലുള്ള സിനിമയാണെങ്കിലും വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും സിനിമയാണ്. അത് എന്താ പറയുക, അപ്പോൾ കുറേ ആളുകളുടെ ഭാഗ്യം പോലെയൊക്കെ തന്നെ ഇരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ഭാഗ്യം കൂടി ഉണ്ടെങ്കിൽ ഇത് ഈ ഒരു മണ്ഡലകാലം എന്നുള്ള രീതിയിലൊക്കെ കുറച്ചും കൂടി എഫക്റ്റ് ആവുന്ന സംഭവമാണ്. കണ്ടിരിക്കാം, വേറെ ബോറടി ഇല്ലാണ്ട് കണ്ടിരിക്കാം. പിന്നെ ഈ പറയുന്നത് ഏത് സിനിമയാണ്, നല്ല സിനിമകൾ എത്ര സിനിമ ഓടാണ്ട് പോകുന്നു, അതുപോലെ
ഇത് ഒരല്പം ഒന്ന് ആളുകൾ ശ്രദ്ധിച്ചു. അല്ലെങ്കിൽ മാളികപ്പുറം സിനിമ ഉണ്ടായിരുന്നല്ലോ, അത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് കയറി. അപ്പോൾ അതേപോലെയൊക്കെ ഒരു എഫക്റ്റ് വരാൻ സാധ്യതയുള്ള സിനിമയാണ്, തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന പോലെ ഒരു ഭാഗ്യവും കൂടി ഉണ്ടെങ്കിൽ കയറിപ്പോരും. താങ്ക് യു. അടിപൊളിയായിരുന്നു. എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരുടെ പെർഫോമൻസ് ഒന്നിനൊന്നും ബെറ്റർ ആയിരുന്നു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വിഷ്ണു ചേട്ടന് പ്രത്യേക അഭിനന്ദനങ്ങൾ. റിയാസ്ക്കൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? റിയാസൊക്കെ പൊളിച്ചു, അടിച്ചു കയറുക. ഫാമിലി പ്രഷറൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നല്ല അടിപൊളിയായിട്ട്. എങ്ങനെ ഒരു യൂഷ്വൽ ഭക്തി അങ്ങനത്തെ പടമാണോ? ഭക്തി അനുസരിച്ച് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ട്. ശബരിമലയൊക്കെ കാണിക്കും, നമുക്ക് പ്രത്യേക ഉപകാരം തോന്നുന്നുണ്ട്. നല്ല സെറ്റപ്പായിട്ട്. എങ്ങനെ മാളികപ്പുറം ഒക്കെ കണ്ടിട്ടുണ്ട് ഇതിന് മുന്നേ? കണ്ടിട്ടുണ്ട്. അപ്പൊ മാളികപ്പുറമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. അല്ല, അതും ഇതുമായിട്ടെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കുള്ളൊരു അയ്യപ്പ ഭക്തിയുടെ സെറ്റപ്പായിട്ട്. പക്ഷെ ഇതിനകത്ത് ഭക്തി മാത്രമല്ലാതെ കുറച്ച് ത്രില്ലർ അങ്ങനെ അവിടെ ത്രില്ലും കാര്യങ്ങളെല്ലാം അത് തന്നെ സെറ്റപ്പായിട്ട് പോയി. നല്ല സിനിമയായിരുന്നു, നല്ല സിനിമയായിരുന്നു. മൊത്തത്തിൽ എങ്ങനെയുണ്ട് എല്ലാവരും പ്രകടനമൊക്കെ? എല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിച്ചിരിക്കണം. ഇതെങ്ങനെ ഒരു യൂഷ്വൽ ഭക്തിപ്പടം അങ്ങനത്തെ ഒരു സാധനം അല്ലേ? അങ്ങനെ ഭയങ്കര ഇന്നോവേറ്റീവ് അല്ലെങ്കിൽ അത് ഇതുവരെ വരാത്തൊരു ത്രെഡൊന്നും അല്ല. പക്ഷേ ചിലത് നമുക്ക് എപ്പോഴും കാണാൻ ഇഷ്ടമുള്ള അല്ലേ. ഇപ്പൊ ഈശ്വരൻ, നമുക്ക് കാണാൻ പറ്റാത്ത ഒരാളെ കാണുക എന്നൊക്കെ പറയുന്നത് അതൊരു ഭയങ്കര സന്തോഷമില്ല. അങ്ങനെ ഒരു ഡിവൈനിറ്റി ഉള്ള ഒരു സിനിമയാണ്. ഇത് എല്ലാ പ്രേക്ഷകർക്കും കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ കണ്ടുപോ എല്ലാവർക്കും കാണാൻ പറ്റുന്ന. അതെന്താന്ന് വെച്ചാല് ഇപ്പോ നമ്മുടെ അയ്യപ്പൻ അല്ലെങ്കിൽ പത്മനാഭസ്വാമി എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്വത്തല്ലേ. അവിടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്നൊന്നുമില്ലല്ലോ. നമ്മുടെ മണ്ണിൻ്റെയാണ്, നമ്മുടെ ആൾക്കാരാണ്. അപ്പോൾ ഇപ്പം ഞാനൊക്കെ വളരെ ചെറുതിലെ മുതലേ കെട്ടുന്ന പാന പാടുക എന്നൊക്കെ പറയുന്ന അതിനൊക്കെ പോയിട്ടുള്ള ഒരാളാണ്, കാണാനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇമോഷണലി അങ്ങനെ ഞാൻ ക്രിസ്ത്യാനിറ്റിയിൽ വളർന്ന ഒരാളാണ്. പക്ഷെ എന്നാലും നമുക്ക് ഇമോഷണലി ഒരു കണക്ഷൻ ഉണ്ട്. എൻ്റെ അയ്യപ്പൻ അങ്ങനെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവുമല്ലോ. അത്തരത്തിൽ നോക്കുമ്പോൾ നമ്മുടെ അയ്യപ്പൻ, അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും നമ്മുടെ അയ്യപ്പനും ഒന്നും വരാതിരിക്കാൻ ആണ് നമുക്കതാണ് ഇഷ്ടം. നമ്മുടെ അയ്യപ്പൻ നന്നായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾക്കാക്കാൻ അയ്യപ്പനും ഉണ്ട് എന്നുള്ള ഒരു ഗീവ് ആൻഡ് ടേക്ക് അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും പ്രേക്ഷകരുടെ അഭിപ്രായം? നല്ല അഭിപ്രായം എല്ലാവർക്കും. എൻ്റെ ഒരു ഇതുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രം. അനീഷേട്ടനെ പറ്റിയൊക്കെ ഒരുപാട്. അനീഷ് ഗംഭീരം, നന്നായിട്ടുണ്ട്. അനീഷ്, റിയാസ് അതിലും ഗംഭീരം. എല്ലാം കൂടെ എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് നല്ല ഡയറക്ഷൻ. എല്ലാ പ്രേക്ഷകർക്കും ഒത്തു കാണാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും. പറയാം, എൻ്റെ ക്യാരൻ്റെ പേര് ശബരി എന്നാണ്. ഞാൻ ഒരു മോളുടെ അച്ഛൻ. അതിന് ശബരിമലയ്ക്ക് പോകുന്ന ക്യാരക്ടർ. നിരീശ്വരവാദിയായിരുന്നു, വിശ്വാസത്തിലേക്ക് വരുന്ന ക്യാരക്ടർ. നല്ല പടം. മൊത്തത്തിൽ എങ്ങനെയാ ഒരു ഭക്തിപ്പടം അങ്ങനെ ആ ലൈനാണോ അതോ? ഭക്തിയാണ്, പക്ഷെ ഒരു ആക്ഷൻ കൂടി ചേർന്ന ഒരു പടം. നമ്മൾ മുമ്പുള്ള ഒരു അയ്യപ്പൻ ഭക്തപ്പടങ്ങളൊക്കെ ഉണ്ടല്ലോ കുറെ, അപ്പൊ അതുമായിട്ടൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാട് വ്യത്യാസം. ഈ അനീഷിനെ വീട്ടിൽ കൊണ്ട് ആക്കേണ്ടതായിരുന്നു, അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട്. ആ എൻഡിങ് ശരിയായില്ല. എൻഡിങ് ഇങ്ങനെ വരണം. നമുക്ക് മാളികപ്പുറമായിട്ടൊക്കെ അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശരി തന്നെ. പക്ഷെ എൻഡിങ് എനിക്ക് ഇച്ചിരി കൂടി ഇതായിരുന്നു എനിക്ക് തോന്നി. അനീഷിനെ വീട്ടിൽ വരുത്തണം, അവരുടെ ഭാര്യ പ്രകടനായിരിക്കണം. അത്രയും സന്തോഷം, ഹാപ്പി ആയിട്ട് അങ്ങ് അവസാനിച്ച്. വെരി ഗുഡ്, എൻ്റെ അഭിപ്രായം ഇതാ. അനീഷ് വളർന്നു വരെ നല്ലൊരു കലാകാരനാണ്, വളരെ നന്നായിരിക്കുന്നു. അദ്ദേഹത്തിന് നല്ലൊരു ഭാവി പ്രതീക്ഷിക്കുന്നു. പൊതുവെ എല്ലാവരും തന്നെ നല്ല പാട്ടുകളുണ്ട്, അത് ഹിറ്റാവും തന്നെ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഈ സീസണില് പടം മൊത്തത്തിൽ എങ്ങനെ അയ്യപ്പൻ അങ്ങനെ ഇതൊരു എന്താ ഒരു ഭക്തിയും ആധുനിക ഇതും കൂടെ കൂടിച്ചേർന്ന ഒരു പടമാണ്. അങ്ങനെ പടം നന്നായിട്ട് വിജയിക്കുന്നു പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും വിജയിക്കും. പ്രത്യേകിച്ച് ഈ സീസണിൽ ഇത് നന്നായിട്ട് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശബരിമല സീസണിലാണ്. നല്ല സിനിമ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല പാട്ടുകൾ. സിനിമയുടെ പേരൊക്കെ പോലെ നമുക്ക് ആദ്യം തോന്നുന്നത് അയ്യപ്പൻ റിലേറ്റഡ് ആയിട്ട്. അതെ, അയ്യപ്പൻ്റെ നല്ല കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ണു നിറഞ്ഞു. അത്ര നല്ലൊരു സിനിമ. അനീഷേട്ടനൊക്കെ അടിപൊളി. അനീഷേട്ടനൊക്കെ അസാധ്യ പെർഫോമൻസ് ആണല്ലോ, നമുക്കറിയാലോ. സൂപ്പറായിട്ടുണ്ടല്ലോ. എല്ലാവരും നന്നായിട്ടുണ്ട്. കൊച്ചുകുട്ടിയുടെ കഥാപാത്രം എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ നല്ലൊരു സന്തോഷം തോന്നുന്ന ഒരു സിനിമ തന്നെയാണ്. ത്രില്ലർ പോലത്തെ സിനിമയാണ്. അല്ല, വലിയ ഒത്തിരി സസ്പെൻസ് ഒന്നുമില്ല, ഒരു നോർമൽ ഒരു സ്റ്റോറി ആണോ? അടിപൊളി. സസ്പെൻസ്, ത്രില്ലിംഗ്, നല്ല സ്റ്റോറി.
പിന്നെ എന്താ പറയുന്നത്, അനീഷ് ചേട്ടനും ഗംഭീരമായിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റുകളും പക്ഷേ യൂഷ്വൽ അയ്യപ്പൻ പടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഭക്തിയൊക്കെ ഞാൻ ആദ്യം അങ്ങനെ പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷെ അല്ല ഒരിക്കലും അല്ല. ഒരുപാട് നല്ല എന്താ കമ്പ്യൂട്ടർ ഗ്രാഫിക്സും VFXും എല്ലാം ഗംഭീരമായിട്ടുണ്ട്. ത്രില്ലർ എലമെന്റ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഒട്ടും എന്താ എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു മൂവി ആയിരിക്കും. എന്തായാലും നൈസ് മൂവി. അനീഷേട്ടൻ്റെ കഥാപാത്രം എങ്ങനെയാണ്? അനീഷേട്ടൻ്റെ കഥാപാത്രം ഗംഭീരമായിട്ടുണ്ട്. അനീഷേട്ടൻ ആദ്യമായിട്ട് ഇതുപോലെ ഒരു കഥാപാത്രം കാണുന്നത് തന്നെ. ഓക്കെ, താങ്ക് യു. ആണോ? സൂപ്പർ. എങ്ങനെ പടം എങ്ങനെയാ പോണേ? നല്ല തീവ്രവാദികള് കയറുന്നു അയ്യപ്പനെ തട്ടിക്കൊണ്ടുപോകാനാണ്. സൂപ്പർ പടം. നമുക്ക് ഇഷ്ടമായി അയ്യപ്പന്റെ പടം ഭയങ്കര ഇഷ്ടമാണ്. മക്കളുണ്ട് ഇതിനകത്ത്, 2 മക്കള്, സുജീഷ് സുബീഷ്. ആണോ? രണ്ടുപേരും ഗംഭീര അഭിനയമായിരുന്നു. അടിപൊളി. മക്കളോടൊന്ന് കാണാൻ പറ്റി ഭയങ്കര സന്തോഷം. എങ്ങനെ മക്കളുമായിട്ടിരുന്ന് തിയേറ്ററിലിരുന്ന ആളുകളുമായിട്ട് കണ്ടപ്പോ? അതാ എല്ലാവരുമായിട്ട് ഇരുന്നപ്പോ ഭയങ്കര സന്തോഷം. ഇത്രയും പേര് കാണുന്നുണ്ടല്ലോ മക്കളെ പടം. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. സിനിമ കണ്ടിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? അയ്യപ്പനല്ലേ കണ്ടിരുന്നു. എങ്ങനെയുണ്ട് പടം? നല്ല പടം. ഈ പൊതുവെ നമ്മൾ കുറെ നാൾ മുന്നേ സിനിമകൾ, ഈ അയ്യപ്പൻ റിലീജിയസ് ടൈപ്പ് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഞാനങ്ങനെ പൊതുവെ റിലീജിയസ് ആയിട്ടുള്ള കാണാറുള്ള ആളല്ല. പിന്നെ വേറൊരു പ്രത്യേകത, ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ സൗണ്ട് മിക്സ് ആൻഡ് മാസ്റ്ററിങ് ഞാൻ തന്നെ. അപ്പോൾ മൊത്തത്തിൽ കണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഷോ തന്നെ കണ്ടത്. പ്രേക്ഷകരോട് ഇരുന്ന് ആദ്യമായിട്ട് കാണുമ്പോൾ എന്തുകൊണ്ട് നല്ല രീതിയിൽ കണ്ടിരിക്കുന്ന, നമ്മൾ മൊത്തത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്നുവെച്ചാൽ മുൻപുള്ള സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ എന്നാലും വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത്. നല്ലൊരു ഡയറക്റ്റിംഗ് ആണ്. ഈ മാളികപ്പുറമായിട്ടൊക്കെ ആള് ഒരുപാട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണോ? തീർച്ചയായിട്ടും ആണോ? കണ്ടിരിക്കാം. എന്നുവെച്ചാൽ ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളെന്ന് പറയുന്നത്, ഇപ്പം ദൈവം മനുഷ്യരുടെ ഇടയിലേക്ക് വന്നു, അത് ആളുടെ കൂടെ കൂടി കാര്യങ്ങൾ അയാളെ കൊണ്ട് തന്നെ നിയന്ത്രിച്ച് കൊണ്ടുനടക്കുന്ന ആ ഒരു കൺസെപ്റ്റാണ് ഇതിൽ. കണ്ടിരിക്കാൻ നമുക്ക് ആദ്യം മുതൽ തന്നെ തുറക്കം തന്നെ ഒരു സസ്പെൻസ് ഉണ്ട് ഇതിനകത്ത്. പക്ഷെ നമുക്ക് കണ്ടിരിക്കാനുള്ള ക്യൂരിയോസിറ്റി തോന്നുന്നുണ്ട്. നന്നായിട്ട് എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു? നൈസായിരുന്നു പടം. അടിപൊളിയായിട്ട് വന്നു. ഇതിലെന്തായിരുന്നു പരിപാടി ചെയ്തിട്ടുള്ളത്? ഇതിന്റെ നറേഷൻ പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വരുന്ന ടൈറ്റിലുള്ള ആ ഒരു. ഓക്കെ. ആദ്യത്തെ സിനിമയിലെ പരിപാടിയാണോ അതോ? അല്ല, ഞാൻ ആമസോൺ പരിപാടി അങ്ങനെ ചെയ്യാറുണ്ട്. ഞാനൊരു മലയാള ഫിലിമിൽ ആദ്യമായിട്ട് നൈസായി വന്നു. സിനിമ അനീഷേട്ടനൊക്കെ പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിട്ട്. നമ്മുടെ റിയാസ് കാടൊക്കെ എല്ലാവരും നൈസായി വന്നു. ഒരു ഭക്തിപ്പടമാണോ അതോ? അതായത് ഭക്തിയുണ്ട്, ഇമോഷണൽ, എല്ലാം കൊണ്ടും ഒരു കംപ്ലീറ്റ് ആയിട്ട്. നമുക്ക് മാളികപ്പുറമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും? അല്ലല്ല, അത് വേറെ തന്നെ ഒരു ജോണറാണ്. കണ്ടിരുന്നു. ഞാനാണ് മ്യൂസിക്. ആണോ? ഓക്കെ. എല്ലാവരും ഗംഭീര മ്യൂസിക് ആണെന്ന് പറയുന്നുണ്ട്. വലിയ പാട്ടുകൾക്ക് പ്രാധാന്യമുള്ളൊരു പടം തന്നെയാണ്. കൂടുതലായിട്ട് ഭക്തി സാന്ദ്രമായ നിമിഷമാണ് പടം കൊടുത്തിരിക്കുന്നത്. എൻ്റെ പേര് വൈശാഖ് ശ്രീരാജ്. അത് മാത്രമല്ല, നമ്മുടെ 4 തലമുറകളായിട്ട് ദാസാറാണ് ഹരിവരാസനം എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ അത് ഒരു പാട്ട് ലാസ്റ്റ് കൂടെ ഒന്ന് ചെയ്യാനായിട്ട് പറ്റി. അതൊരു വലിയ സന്തോഷമായിട്ട് കരുതുന്നു. ഇതൊക്കെയാണ് പടം. പ്രേക്ഷകരുടെ ഇരുന്ന് കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു പടം. നല്ല പടമാണ്. നിങ്ങളാണ് അപ്പുറം പറയാനുള്ളതും. പാട്ടുകളെയും ഇരുകൊണ്ട് സ്വീകരിച്ചതും നിങ്ങൾ പ്രേക്ഷകർ തന്നെയാണ്. ഭക്തി ഗാനങ്ങൾ എടുത്ത് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞ കുറച്ച് പാടുള്ള പരിപാടിയാണ്. അപ്പോൾ അത് നേരത്തെ മുൻകൂട്ടി ഫലിപ്പിക്കണം എന്നുള്ളത് വിഷ്ണുവായിട്ടുള്ള ഒരു ഡയറക്ടർ കഴിവ് തന്നെയാണ്. പുള്ളിയുടെ വിഷ്വൽ ട്രീറ്റിലൂടെയാണ് പടം പോയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളിലൂടെ പകർത്തി തരുമ്പോൾ നമുക്കും മനസ്സിൽ തോന്നിയ ഒരു ആ സമയത്ത് ചെയ്തു തന്നുണ്ട്. എങ്ങനെയായിരുന്നു ഇപ്പോൾ ഇതിന്റെ പാട്ടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ആദ്യമേ തന്നെ അപ്രൂവ് ചെയ്ത് പോവായിരുന്നു അതോ? ആദ്യമേ പോയി. 2 വർഷമായിട്ട് ഈ പടത്തിന്റെ മ്യൂസിക്കൽ വർക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്. വൈശാഖേട്ടൻ ഒരു ട്രാക്ക് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ ഓക്കെ ആണെന്ന് പറയുമായിരുന്നു അതോ? ഇല്ല, റീവർക്ക് ചെയ്തു. പിന്നെ ഞാൻ മാത്രമല്ല, മെയിൻ മ്യൂസിക് ഡയറക്ടർ ജോമൻ ചേട്ടനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇനി പടം കയറി കാണുക. കണ്ടായിരുന്നോ? കണ്ടില്ല. അപ്പോൾ കാണണം, തീർച്ചയായിട്ടും നല്ലൊരു പടം. ഓക്കെ, ശരി. എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരുടെയും കൂടെ നന്നായിട്ട് കണ്ടിരുന്നത്. അതായത് ഇപ്പോഴത്തെ എല്ലാ സിനിമ എടുക്കുമ്പോഴത്തേക്കിനും എന്തോ വരുന്നത് എല്ലാം ഫാസ്റ്റായിട്ട് ഭയങ്കര ഫാസ്റ്റ് മൂവിങ് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷേ ഈ സിനിമയിൽ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും കണ്ടിരിക്കാം. പ്രായമായവർക്കും കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും നമുക്ക് ഭക്തിയും എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു സിനിമ ആയതുകൊണ്ട് ഞാൻ ഈ സിനിമയിലെ സംഭാഷണം എഴുതിയിരിക്കുന്നത് ഞാനാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് പക്ഷേ സിനിമയെക്കുറിച്ച് എന്താണെന്നുള്ളൊരു ധാരണയില്ലായിരുന്നു. ഇതിൻ്റെ അകത്ത് സീനുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നു.
സിനിമ കണ്ടത് ഇപ്പോഴാണ്, അതുകൊണ്ടാണ് ഓവറോൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയത്. വളരെ നല്ലൊരു മൂവിയാണ്. നമുക്ക് ഭക്തിയിൽ ഉള്ള ഒരു ആളുകൾക്ക് പ്രത്യേകിച്ച് കണ്ടിരിക്കാൻ പറ്റും. നല്ലൊരു മാളികപ്പുറമൊക്കെ പോലെ വലിയൊരു വിജയം കൈവരിക്കുന്ന ഉറപ്പായിട്ടും ഒരു വിജയം ഉണ്ടാകും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ശബരിമലയും അയ്യപ്പനും എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക വികാരമല്ലേ. അപ്പം അത് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കിന് അങ്ങനെ നമ്മുടെ ആ ഒരു തലത്തിലോട്ട് ഈ ഒരു സിനിമ കാണുന്നവരെ എത്തിക്കുന്നുണ്ട് ഈ സിനിമ. ഒരു നമ്മളെ സീസൺ വെച്ച് നോക്കുമ്പോൾ പറ്റിയൊരു സിനിമ. പിന്നെ ഇതിനിടയ്ക്ക് കുറേ വിവാദങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്തൊന്നും ഒരു കഴമ്പില്ല എന്നുള്ളത് ഇപ്പോൾ തെളിയിച്ചു. വെറുതെ ആൾക്കാരിൽ ഭീതി പടർത്തുന്ന അവരാണ് ഭീതി പടർത്തിയത്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു സിനിമ, കുടുംബത്തിനായാലും ആർക്കായാലും കണ്ടിരിക്കാവുന്ന സിനിമ. കണ്ടിരുന്ന പ്രേക്ഷകർ എല്ലാവരും ഇറങ്ങിയിട്ട് ആദ്യം തന്നെ പറയുന്നത് നല്ല പാട്ടുകളുള്ള സിനിമയെന്നാണ്. അപ്പോൾ അത് വലിയൊരു അംഗീകാരമായിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും ആദ്യമായിട്ട് ചെയ്യുന്നൊരു സിനിമ, അതിൽ പാട്ടുകൾ അംഗീകരിക്കുന്നു പറയുമ്പോൾ ഒത്തിരി സന്തോഷം. ഒത്തിരി സന്തോഷം എന്ന് പറയുമ്പോൾ അയ്യപ്പൻ്റെ അനുഗ്രഹം എന്ന് ഞാൻ പറയുള്ളൂ. വളരെ ഒത്തിരി എന്താ പറയണേ, നമ്മളൊട്ടും പ്രതീക്ഷിക്കാണ്ട് വന്ന് ചേർന്നത്. അയ്യപ്പൻ കൊണ്ട് തന്നു, വർക്ക് കൊണ്ട് തന്നു, നമ്മളത് ചെയ്തു, പങ്കുചെയ്യുന്ന പറഞ്ഞാൽ ഒത്തിരി സന്തോഷം. അല്ലല്ല, ഞാൻ സ്കോർ പടത്തിന്റെ ഒരു പാട്ടാൻ സാധിച്ചത് സന്തോഷം. ആദ്യ സിനിമയായിരുന്നു ഇത്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ പടം. ഞാൻ പടത്തിൽ സിനിമയുടെ തന്നെയാണ്, വേറെ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ പടം. സന്തോഷം. ജീവൻ ചേട്ടൻ ത്രൂ ആണ് കണക്ട് ചെയ്ത് പ്രേക്ഷകരോട് ആദ്യമായിട്ട് സിനിമ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ചെറിയൊരു സെറ്റപ്പ് ചെയ്ത കാര്യം നമ്മൾ വലിയ തിയേറ്ററിൽ കാണുമ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് വേറെയാണ്. സിനിമ കണ്ടപ്പോൾ എങ്ങനെയുണ്ട്? കണ്ടവർക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനതിൽ അഭിനയിച്ചതാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയാണ്. നല്ലൊരു വേഷം ചെയ്യാൻ പറ്റി. നല്ല 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 മൂവിയാണ്. പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. സിനിമയ്ക്ക് മാളികപ്പുറമൊക്കെ ആയിട്ട് ഒരുപാട് പേര് റിലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം? മാളികപ്പുറമായിട്ട് വ്യത്യാസമുണ്ട്. നല്ല പിന്നെ ത്രൂട്ട് നമുക്ക് ലാഗോ അങ്ങനത്തെ പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നുമില്ല. കാണുന്നുണ്ട്. എന്നാലും പുള്ളി ആദ്യമായിട്ട് ചെയ്തതിൽ നല്ല ബെറ്റർ ആക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. യൂഷ്വലി ഇപ്പം അയ്യപ്പൻ അല്ലെങ്കിൽ ഭക്തി അങ്ങനെ ഭക്തിയുണ്ട്. അയ്യപ്പൻ ഇമ്പോർട്ടൻ്റ് ഉണ്ട്, ഭക്തിയുണ്ട്. ഭക്തി പിന്നെ കുറച്ച് ടെററിസ്റ്റ് സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള വരുന്നതാണ്.